ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ച ശേഷം ആദ്യമായിട്ട് ഞങ്ങൾ പോണത് എന്റെ ഫേവറേറ്റ് ആണ് ഡ്രീം സ്ഥലത്തേക്കാണ്. എങ്ങോട്ടാ? എം ലോഫ്റ്റിന്ന് കല്യാണ സാരി എടുക്കുന്നു എന്റെ ഏറ്റവും വലിയ ഡ്രീം ആയിരുന്നു. ഞാനിങ്ങനെ എല്ലാ വീഡിയോയും ആ ഓണറുടെ എല്ലാ ഇന്റർവ്യൂസ് ഇങ്ങനെ കണ്ട് ഞാൻ പറയത്തില്ല, സിനിമാ നടന്മാരെ കാണുന്ന രീതിയിലാണ് എന്റെ മനസ്സിൽ എം ലോഫ്റ്റും അതിന്റെ മുതലാളിയും ഉണ്ടായിരുന്നത്. സത്യം. എൻ്റെ കല്യാണത്തിന് ഒരു 50% സന്തോഷവും ഞാൻ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു സാരിയിലാണ് കേട്ടോ. അതായത് എം ലോഫ്റ്റിലെ സാരി. സത്യം പറയട്ടെ, ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും കൂടുതലായിരുന്നു അവിടുന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു, എന്നാ പറയുന്നത്, ഒന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ ഇപ്പോഴും എൻ്റെ മനസ്സ് ആ ഷോപ്പിലിരിക്കുകയാണ്. ഞങ്ങളൊരു ഗോൾഡൻ കളർ സാരി നോക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പം അവരോരോന്ന് എടുത്ത് തന്നപ്പം അതെല്ലാം എനിക്ക് എടുത്തോ കൊള്ളാമെന്നുണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മൾ ഗോൾഡൻ സാരി എടുത്ത് മാറ്റി വെച്ചേ, പക്ഷേ വേറൊരു പീച്ച് കളർ ഷെയ്ഡ് എടുത്ത് എന്നെ കാണിച്ചുകൊണ്ടിരുന്നപ്പം അതിൻ്റെ ഓണർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ചേരുന്ന ഈ കളർ. ആളത് പറയുന്നതിന് മുന്നേ എൻ്റെ മനസ്സ് ഗോൾഡനിൽ നിന്ന് പീച്ച് കളറിലോട്ട് മാറിയായിരുന്നു. പിന്നെ നമ്മുടെ ഒരു സമാധാനത്തിൽ നമ്മൾ ഇത്ര നാളും ഗോൾഡൻ ഷെയ്ഡിലെ പിടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് ഉടുത്തു നോക്കാമെന്ന് വെച്ചു. ഉടുത്തു നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടേ ഇല്ല കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത് നമ്മൾ പീച്ച് ഷെയ്ഡ് ഉറപ്പിച്ചില്ലായിരുന്നോ, അതങ്ങ് ഉടുത്തു നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഉടുത്തു കഴിഞ്ഞപ്പം എനിക്കിനി വേറൊന്നും ട്രൈ ചെയ്ത് നോക്കാൻ തോന്നിയില്ല. അത്രയ്ക്കും എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ നമ്മൾ നോക്കിയത് ഡേ ലൈറ്റിൽ ഈ സാരി ഉടുത്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതായിരുന്നു. അതിന് വേണ്ടി നമ്മൾ ആ ലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് ഒന്ന് വെച്ച് നോക്കി. ആ ടൈമിൽ ഓണർ പിന്നെയും വന്നിട്ട് എനിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നു. എന്ത് ടൈപ്പ് ബൊക്കെ വേണം, സാരി എങ്ങനെ ഉടുത്താൽ എങ്ങനെ ലുക്ക് കിട്ടും എന്നെല്ലാം പറഞ്ഞു തന്നു കേട്ടോ. എൻ്റെ 1-2 ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആള് നമ്മളുടെ അടുത്തൊന്നും വരത്തില്ല, സെലിബ്രിറ്റീസിൻ്റെ അടുത്ത് മാത്രമേ പോകത്തുള്ളൂ കേട്ടോ. പക്ഷെ ഞാനത് എക്സ്പെക്റ്റ് ചെയ്തായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒന്നുമല്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ കോഫി ഷോപ്പിൽ പോയി കോഫി കുടിച്ചു. ഞാനും ഇച്ചയും തന്നെ പോയതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിലുള്ള സാരി എടുക്കാൻ പറ്റി. എനിക്ക് വേറെ ആരുടെ അഭിപ്രായങ്ങൾ കേട്ട് എൻ്റെ ഇഷ്ടം മാറ്റി വെക്കേണ്ട വന്നില്ല. അത്രയും സന്തോഷമായിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ.